ഹായ് ഫ്രണ്ട്സ്, വിബിൾ ലെജൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഫംഗ്ഷനിലൊക്കെ കണ്ടുവരാറുള്ള ബബിൾ മേക്കിംഗ് മെഷീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യേണ്ട ഭാഗമാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നല്ല ബോൾഡായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് ആ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കണം. അടുത്തതായി നമുക്കൊരു പീസ് കാർഡ്ബോർഡ് എടുക്കാം. ഈ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡിലേക്ക് നമുക്ക് ബോട്ടിൽ ഫെവിക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഫെവിക്വിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്കൊരു CD എടുക്കാം. ഞാനിവിടെ ഒരു വേസ്റ്റ് CD ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു കമ്പി തീയിൽ വെച്ച് പഴുപ്പിക്കുക. ആ പഴുപ്പിച്ച കമ്പി ഉപയോഗിച്ച് നമുക്ക് CD ചുറ്റും ഹോൾ ഇട്ട് കൊടുക്കാം. ചുറ്റും ഹോൾ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. CD-യിൽ വേസ്റ്റായിട്ട് പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊരു കത്തി ഉപയോഗിച്ച് പയ്യെ മുറിച്ച് മാറ്റാം. അടുത്തത് നമുക്കൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫെവിക്വിക്ക് ഉപയോഗിച്ച് CD-യുടെ നടുഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് പഴുപ്പിച്ച് വച്ചിരിക്കുന്ന കമ്പി ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്ക്രൂ എടുക്കുക. ആ സ്ക്രൂ നമുക്ക് ആ ഹോളിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സിസേഴ്സിൻ്റെ സഹായത്തോടെയാണ് ടൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
അതിനുശേഷം നമുക്കിവിടെ ഒരു ഗിയർ മോട്ടർ എടുക്കാം. ആ ഗിയർ മോട്ടർ ആ സ്ക്രൂവിലേക്ക് നന്നായി ടൈറ്റ് ചെയ്ത് വച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലൂസാകും. അടുത്തതായി ഞാനിവിടെ ഒരു സ്റ്റീൽ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു കോമ്പസ് ഉപയോഗിച്ച് അതിലേക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബോൾഡാക്കി ഒന്ന് വരച്ചു കൊടുക്കാം. സിസേഴ്സ് ഉപയോഗിച്ച് അത് സൂക്ഷിച്ച് വെട്ടുക. ഇതാ നമ്മുടെ സർക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കി വരയ്ക്കാം. നമുക്കിനി ആ വരകളിലൂടെ സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടാം. വെട്ടുമ്പോൾ പകുതി വരെ വെട്ടാൻ പാടുള്ളൂ. എല്ലാ സൈഡും പകുതി മാത്രം വെട്ടുക. നമ്മൾ വെട്ടിയ ഓരോ ലീഫും പയ്യെ വളച്ചു കൊടുക്കുക, ഒന്നിനു മീതെ ഒന്നായി എന്ന രീതിയിലേക്ക്. നമ്മൾ ആദ്യമേ എടുത്തു വെച്ച ബോട്ടിലേക്ക് പിന്നെയും ഒരു ചെറിയ 2 പീസ് കാർഡ്ബോർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ കാർഡ്ബോർഡിലേക്ക് ഫെവിക്വിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാർഡ്ബോർഡ് ആ ബോട്ടിലിൻ്റെ അടുത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. രണ്ടാമതായി ഞാൻ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോട്ടിലിൻ്റെ മറുവശത്തും ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്തു നോക്കുക.
മറ്റൊരു പീസ് കാർഡ്ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് നമുക്ക് നേരത്തെ പ്ലേസ് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിലൂടെ ഞാനൊരു സ്റ്റാൻഡാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മോട്ടർ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി. നേരത്തെ നമ്മൾ CD-യിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത മോട്ടർ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ലീഫിലേക്ക് നമുക്കൊരു കോമ്പസിൻ്റെ സഹായത്തോടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ആ ലീഫ് മറ്റൊരു മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫെവിക്വിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ മോട്ടർ ഫിക്സ് ചെയ്തതിന് വേണ്ടി ചെറിയ മറ്റൊരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി ഇരിക്കുകയാണ്. ഈ ചെറിയ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ പ്ലേസ് ചെയ്ത സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഫെവിക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ലീഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മോട്ടർ ആ രണ്ടാമതെടുത്തിട്ടുള്ള സ്റ്റാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി ഞാനിവിടെ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു സ്വിച്ച്, പിന്നെ ഒരു അഡാപ്റ്റർ. ഇപ്പോൾ ഞാൻ നമ്മുടെ 2 മോട്ടറിൻ്റെയും വയറുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 മോട്ടറിൻ്റെ വയറുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ജോയിൻ ചെയ്ത വയറിലേക്ക് നമുക്കൊരു സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കാണിച്ച ആ അഡാപ്റ്റർ കൂടി ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അഡാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗം സ്വിച്ചിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഭാഗത്തേക്ക് കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. അഡാപ്റ്ററിലേക്ക് നമുക്ക് ആദ്യമേ എടുത്ത 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സർക്യൂട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഫുള്ളായി വർക്ക് ചെയ്യുന്നത് കാണാം. 2 മോട്ടറും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.
നമുക്ക് സ്വിച്ച് ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാറ്ററിയും കൂടി ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. Through the highways till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go. ഒരു പേപ്പർ ഗ്ലാസ് നിറയെ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിഷ് വാഷ്. ഈ ഡിഷ് വാഷ് നമുക്ക് ആ എടുത്തിരിക്കുന്ന പേപ്പർ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ആ സൊല്യൂഷനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് ആ ബോട്ടിലേക്ക് പയ്യെ ഒഴിച്ചു കൊടുക്കുക. ഇതാ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബബിൾ മെഷീൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ഫ്രം വിബിൾ ലെജൻഡ്.